ഹലോ സുഹൃത്തുക്കളെ, ഇത് ഒരു കനാലാണ്. ഞാൻ ഉത്തമൻ, സുഹൃത്ത് മീഡിയ. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ ആൽപ്പാറക്കാവിൻ്റെയും മാർത്തോമാ കോളേജിൻ്റെയും അടുത്തുള്ള ഒരു കനാലാണ്. ഈ കനാലിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കനാല് വൃത്തിയാക്കിയിട്ട് വർഷങ്ങൾ ഏറെയായി എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ കനാലിൻ്റെ അടുത്താണ് പ്രശസ്തമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആൽപ്പാറ ക്ഷേത്രവും പ്രശസ്തമായ മാർത്തോമാ വിമൻസ് കോളേജും അതിൻ്റെ വിമൻസ് ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്നത്. ഈ കനാല് ക്ലീൻ ചെയ്തിട്ട് വർഷങ്ങൾ ഏറെയായി. നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികളും നിരവധി മുനിസിപ്പൽ ജീവനക്കാരുമുള്ള ഈ നമ്മുടെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ എന്തുകൊണ്ടാണ് ഈ കനാലിനെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് അറിയില്ല. ഈ മഴക്കാലത്ത് മാർത്തോമാ കോളേജിൻ്റെ സൈഡിൽ ചാലിൽ എന്നൊരു പ്രദേശത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. നിരവധി പ്രാവശ്യം പരാതിപ്പെട്ടതിന് ശേഷമാണ് മാർത്തോമാ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള കാന ക്ലീൻ ചെയ്തത്. അപ്പോഴാണ് ആ വീട്ടിലെ വെള്ളക്കെട്ട് മാറിയത്. ഈ കാന എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് നല്ല രീതിയിലാക്കണമെന്ന് ഇവിടുത്തെ അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു. നിരവധി പേരാണ് രാത്രിയും പകലും ഈ കാനയുടെ സൈഡിലുള്ള റോട്ടിൽ കൂടി നടന്നു പോകുന്നത്. പകൽ സമയത്ത് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും കൂടാതെ ആൽപ്പാറ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളും ഈ വഴിയിലൂടെയാണ് നടന്നു വരുന്നത്. ഈ കനാലിൻ്റെ ഉള്ളിൽ നിരവധി ഇഴജന്തുക്കളുണ്ട്. അതുകൊണ്ട് ഈ കനാല് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുന്നു.